അതെ, ഞാൻ ഈ അടുത്ത് വായിച്ചിരുന്നു. ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാമനാട്ടര എന്നുള്ളൊരു പയ്യന്. ആ പയ്യനാണ് കേരളത്ത് ഫസ്റ്റ് നാഷണൽ ബ്രേവറി അവാർഡ് കിട്ടിയത്. 20 വയസ്സുള്ള ആ പയ്യൻ. എന്താ അയാൾ ചെയ്തത്? അതെ, കുഞ്ഞ് എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഇവരെ യൂണിവേഴ്സിറ്റി, അതായത് ഇവരുടെ അമ്മ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ഒരു ബേസിസിൽ ഇവർക്ക് ഒരു യാത്ര എന്തോ ഉണ്ടായി. അപ്പൊ ആ യാത്രയിൽ ഇവരുടെ അമ്മയും അച്ഛനായിരുന്നു ഈ ടൂറ് മെയിനായിട്ട് ഗൈഡ് ചെയ്തതും പിന്നെ ഇതിന്റെ കുക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ആദിത്യ എന്നുള്ള പയ്യനും ഇവരെല്ലാരും പോയിരുന്നു ഈ യാത്രക്ക്. അങ്ങനെ ഈ യാത്ര അങ്ങനെ അവര് നേപ്പാൾക്കാണ് ഈ യാത്ര പോയത്. അങ്ങനെ നേപ്പാളിന്ന് ഡൽഹിക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെ മസൂരിന്ന് ഡൽഹിക്ക് തിരിച്ചു വരുമ്പോഴേ ബസ്സിന്റെ ബാക്കിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ ചെറിയൊരു കരിഞ്ഞ സ്മെല്ലടിച്ചപ്പോൾ ഇവര് ഡ്രൈവറിനോട് അത് മെൻഷൻ ചെയ്തപ്പോൾ അവര് വലിയ കാര്യമാക്കിയില്ല, ഇഗ്നോർ ചെയ്ത്. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോ ഡീസലിന്റെ ഒക്കെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോഴേക്കും വണ്ടി നിർത്തിയാണ്ട് ഈ ആദിത്യാറിന് ഇവന്റെ അച്ഛന് പുറത്തിറങ്ങി നോക്കുമ്പോ എസിന്റെ വെന്റിന്ന് ലീക്കായിട്ട് ഫയർ വന്നിട്ടുണ്ട്. അങ്ങനെ ബസ് അതായത് തീയില് കത്താൻ തുടങ്ങി. അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോ ഡോറിന്റെ അവിടെ ഓൾറെഡി തീ ഫുൾ സ്പ്രെഡായി. ഇവര് ഡീസലിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഇവര് തീ ശ്രദ്ധിച്ചില്ല. അതല്ല, ഇത് എസിന്റെ വെന്റിന്റെ അവിടുന്ന് വരെ തീ കണ്ടെന്നാണ്. അതായത് ഇങ്ങേര് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇത് തീ ഉണ്ട് എന്ന് കണ്ടത്. അപ്പൊ ഉള്ളിന്ന് ചിലപ്പം വിസിബിൾ ആയിണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അവരങ്ങനെ പറയൂലല്ലോ. അത് ഞാൻ ന്യൂസ് ആർട്ടിക്കിളിൽ വായിച്ചതാ. എന്നിട്ട് ഈ ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യന്, ഈ ബസ്സിൽ നമ്മൾ എപ്പോഴും കാണുമല്ലോ എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാമർ, മറ്റേ ഗ്ലാസ് ബ്രേക്ക് എടുത്തതാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു, അതായത് തീയാണ്, ആർക്കും പുറത്തു പോകാൻ പറ്റണില്ല എന്നുള്ള രീതിയിൽ ഇവന്റെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇവൻ ആ ഹാമർ എടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇവന് എല്ലാരും പുറത്താക്കിയതിന് ശേഷമാണ് ഇവൻ ബസ്സിൽ നിന്ന് ഇറങ്ങണത്. അങ്ങനെ ഇവന് ആ ബസ്സിലെല്ലാരും രക്ഷിച്ച് അങ്ങനെ ഇവന് നാഷണൽ ബ്രേവറി അവാർഡ് ഫസ്റ്റ് പേഴ്സൺ ഇൻ കേരള. അത് ഈ അടുത്ത വെരി റീസെന്റ് ഇവന്റ്, ഒരു ഏറിപ്പോ ഒരു 6 months സ്പാനിലൊക്കെ നടന്നൊരു ഇവന്റാ. അപ്പൊ അത്ര കാലം കേരളത്തിന് നാഷണൽ ബ്രേവറി അവാർഡ് ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അവര് പറയില്ലല്ലോ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് പണ്ട് സ്കൂളില് 4th ക്ലാസ്സിലൊക്കെ ആയപ്പോ ലീല എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ എനിക്ക് ഓർമ്മ ഉണ്ട്. അതായത് മുങ്ങിപ്പൊന്തുന്ന 3 ആൾക്കാരെ ഈ ലീല സ്ത്രീ രക്ഷിച്ചാണ്ട് ബ്രേവറിക്കുള്ള അവാർഡ് കിട്ടിയെന്നാണ് അതിലും പറഞ്ഞത്. പക്ഷെ അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ബ്രേവറി അവാർഡ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നാഷണൽ ഫുൾ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ചിലപ്പം കിട്ടിയിട്ടില്ലെന്നോ? മഞ്ഞുമൽ ബോയ്സിന് അവർക്ക് വേറെ എന്തോ ഒരു അവാർഡാ കിട്ടിയത്. അതായത് ഈ പത്മഭൂഷൺ അല്ല, പത്മഭൂഷൺ എന്നൊക്കെ പറയണ പോലെ എന്തോ ഒരു ടൈറ്റിലാണ് ഞാൻ